നമസ്തേ. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയാണ് ആഭ്യന്തരം ഭരിക്കുക എന്നും മാറാടുകൾ ആവർത്തിക്കപ്പെടുമെന്നും മുൻ മന്ത്രി AK ബാലൻ. വ്യത്യസ്തനായ ബാലനെ എടുത്ത് തോട്ടിലിടണം എന്നുള്ളതാണ് CPMന്റെ ഉള്ളിലെ അഭിപ്രായം എന്നും കേട്ടു. ഏതായാലും ബാലൻ ഇത് വെറുതെ പറഞ്ഞതല്ല. ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ വോട്ട് പോക്കറ്റിലാക്കാനുള്ള ഒരു സൂത്രപ്പണിയാണ് ഇത്. അല്ലാതെ മുൻകാലങ്ങളിൽ ഈ PDP, അതുപോലെ തന്നെ PFI, SDPI, ലീഗ്, INL അങ്ങനെയുള്ള എല്ലാ സംഘടനകളെയും ഇങ്ങനെ പ്രീണിപ്പിച്ചു കൊണ്ട് നടന്ന അവരെയൊക്കെ പൊക്കി അടിച്ചിട്ടുള്ള CPMന് ഇപ്പൊ പ്രത്യേകിച്ച് ബോധോദയം വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. UDF ആയാലും LDF ആയാലും മാറി മാറി തങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഈ മുസ്ലിം മതസംഘടനകൾക്ക് നന്നായിട്ട് അറിയാം. ഒരു കഷ്ണം ലീഗ് UDFൽ നിൽക്കുമ്പോൾ മറ്റേ കഷ്ണം INL LDFന്റെ കൂടെ നിൽക്കും. അങ്ങനെ കാര്യം കാണാൻ ആര് അധികാരത്തിൽ വന്നാലും പ്രതിപക്ഷത്തിരുന്നാലും ഇവർക്ക് സമ്മർദ്ദ തന്ത്രം ചെലുത്താനുള്ള ആ സൂത്രപ്പണിയൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോ ഇവരുടെ ഇപ്പോഴത്തെ തന്ത്രം എന്താണ്? CPMന്റെ തന്ത്രം ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ വോട്ട് കീശയിലാക്കുക എന്നുള്ളത് മാത്രമാണ്. ഇത് കണ്ട ഹിന്ദുക്കൾ എന്തു വിചാരിക്കും? ഈ ചക്കളത്തി പോര് കണ്ടിട്ട് അങ്ങോട്ട് ചെന്ന് വോട്ടും കൊടുത്ത് അവരെ പുറത്തു തട്ടി സമാധാനിപ്പിച്ചാലേ മാത്രമേ ഹിന്ദു സമൂഹത്തിന് സമാധാനം വരുള്ളൂ. ഈ ചക്കളത്തി പോര് കണ്ടിട്ടില്ലേ? ഭാര്യയും ഭർത്താവും കൂടെ തല്ലുകൂടുന്നത് കണ്ടിട്ട് എന്താക്കും? ഈ പോയ ആളുണ്ടല്ലോ, എള്ളും കൊടുത്ത് പൈസയും കൊടുത്ത് എണ്ണ എടുക്കാൻ പോയ ആ ഉടമസ്ഥനുണ്ടല്ലോ, അവനാണ് ഹിന്ദു. അവൻ എന്ത് ചെയ്യും? അവസാനം അയ്യോ എണ്ണ വേണ്ട, നിങ്ങളെ കുടുംബം ഒന്ന് നന്നായി നടന്നാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ട് കൊടുത്ത് എള്ളും കൊടുത്ത് എണ്ണയും കൊടുത്ത് പൈസയും കൊടുത്ത് ഞാനൊരു കുടുംബം സമാധാനത്തിലാക്കി എന്ന് പഞ്ചായത്തും പറഞ്ഞ് ഹിന്ദു ഇങ്ങോട്ട് പോരും. അതാണ് ഹിന്ദുവിന്റെ സദ്ഗുണ വൈകൃതം എന്ന് പറയുന്ന സ്വഭാവം. ഇത് നമ്മളെ പല നേതാക്കന്മാർക്കുണ്ട്, പണ്ട് മഹാരാജാക്കന്മാർക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു ദുരന്ത ഫലമാണ് ഹിന്ദു സമൂഹം ഇപ്പോൾ അനുഭവിക്കുന്നത്. അപ്പം മറന്നു പോണ്ട, ഇതൊക്കെയും ചക്കളത്തി പോരാണ് എന്ന് ഹിന്ദുക്കൾ മനസ്സിലാക്കുന്നിടത്തും മാത്രമേ നമ്മൾ കൊടുക്കുന്ന എള്ളാട്ടിയ എണ്ണ നമുക്ക് തന്നെ ഉപയോഗിക്കാനുള്ള അർഹതയുണ്ടാവുള്ളൂ. മറന്നു പോകരുത്. രാഷ്ട്രായ സ്വാഹ ഇദം നമഃ.